ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇറാൻ കൊന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഏറെക്കുറെ സ്ഥിരീകരിച്ച രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തപ്പെടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് സംബോധന ചെയ്യുന്ന ചില റിപ്പോർട്ടുകൾ പോലും കാണാൻ വേണ്ടി സാധിക്കും. ഈ മാസം 9-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയത്തിലേക്ക് ഇറാൻ മിസൈൽ ഇട്ടത്. 2 മിസൈൽ പതിച്ചു എന്നുള്ളതാണ്. അയൺ ഡോമിന് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വളരെ കൃത്യതയോടുകൂടി മിസൈൽ ഓഫീസ് സമുച്ചയത്തിൻ്റെ അകത്ത് കയറി പൊട്ടിത്തെറിച്ചു. പ്രധാനമന്ത്രിയായ നെതന്യാഹു, ഭാര്യ, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചിലരും കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് മറ്റ് മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നത്. അതോടനുബന്ധിച്ച് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങി. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം. തെല്ലവീവിന്റെ ഭാഗത്തെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് അദ്ദേഹം കോഫി കുടിക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ ചിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് അദ്ദേഹം കൈയിന്റെ വിരലുകളൊക്കെ ഉയർത്തി കാണിക്കുന്നു. എനിക്കിതാ 5 വിരലുണ്ട്, 2 കൈയും 5 വിരലുണ്ട്. 6 വിരൽ എൻ്റെതല്ല, ഞാൻ ഒറിജിനലാണ്. അപ്പോൾ ഇത് ശത്രുപക്ഷൻ ഉണ്ടാക്കി വിടുന്ന കഥകൾ മാത്രമാണ്. ഈ മേഖലയിൽ ഞാനിപ്പോൾ ഉണ്ട് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോഫി കുടിക്കുന്നു. അതിൻ്റെ മെച്ചങ്ങൾ പറയുന്നു. കോഫിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നീട് രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനു ശേഷം പിന്നെ മറ്റൊരു വീഡിയോ ഇറങ്ങി. ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതായത് നെതന്യാഹുവിന് വേണ്ടിയിട്ട് വേറെ ആൾ അഭിനയം നടത്തിയതാണ് എന്ന തരത്തിൽ ഒരു വീഡിയോ അതും പ്രചരിക്കുന്നു. ആ വീഡിയോ കൂടി നമുക്ക് കാണാം. മുഖംമൂടി അദ്ദേഹം അയച്ചു മാറ്റുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാവുന്നു. മുൻപ് നമ്മൾ കണ്ടതും ഇതും തമ്മിലൊക്കെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. വേഷത്തിന് മാറ്റമില്ല, കാപ്പിക്ക് മാറ്റമില്ല, അത് നിൽക്കുന്ന ശൈലിക്കോ സ്ഥലത്തിനോ മാറ്റമില്ല. പിന്നെ അതിനുശേഷം ഇദ്ദേഹവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ. എന്നിട്ട് അത് AI ആണ് അത് സംവിധാനം ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏറെക്കുറെ കയ്യും ഇതൊക്കെ സാമ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ആ തരത്തിലാണ് 2ാമത്തെ വീഡിയോ പുറത്തു വരുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് ചുരുക്കം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ചൈന പുറത്തിറക്കി. നെതന്യാഹുവിൻ്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്നതാണ് ചിത്രം. ഞാൻ അടിച്ചിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്, ഇനി സംസ്കാര ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത്. അതോ നോക്കൂ, ഇതാണ് അതിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം ആ പെട്ടിയുടെ മേലെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരേ തരത്തിൽ പെട്ടിയിൽ അടക്കം ചെയ്തിട്ടാണ് കുഴിച്ചിടുന്ന രീതിയാണ് അവർ ചെയ്യാറുള്ളത്. മറ്റ് മതസ്ഥർ വേറെ, മുസ്ലിങ്ങൾ വേറെ രീതിയിലാണ്, പെട്ടിയിലല്ലാത്ത രൂപത്തിലാണ്. അപ്പോൾ പെട്ടിയിലാക്കിയിട്ട് അവർ ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്ന ഇതൊരു ചിത്രം ആയിരിക്കും. പക്ഷേ ഇതിന് ചൈന വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൈന 100% ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം 2025 UN സഭയിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസംഗം നടത്തിയിരുന്നു ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. ആ ജോലി തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം പതിറ്റാണ്ടുകൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ അതിൻ്റെ സമാപന റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തങ്ങൾ
തങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപ്രദേശം ചെറുതാണ്, 948 വളരെ ചെറുതായിരുന്നു. 967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടു കൂടി 3-4 രാജ്യങ്ങളിൽ നിന്ന്, മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അത് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ രാജ്യമാക്കി സ്ഥാപിച്ചു. അതുപോരാ, സാമ്രാജ്യമാക്കി മാറ്റണം. ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനാൻ, ഇറാഖ്, പിന്നീട് സൗദി അറേബ്യയുടെ സിംഹഭാഗം, പകുതിയിലധികം ഭാഗം, ഇത് കൂടിച്ചേരുന്ന സമയത്ത് ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാവും. ഈജിപ്തിൻ്റെ ഏകദേശം പകുതി ഭാഗം, ജോർദാൻ മുഴുവൻ, സിറിയ ഏറെക്കുറെ മുഴുവൻ, ലെബനാൻ ഏറെക്കുറെ മുഴുവൻ, ഇറാഖ് ഏകദേശം 25-35% ഭാഗം, സൗദി അറേബ്യ ഏകദേശം പകുതിയിലധികം ഭാഗം. വിശുദ്ധ മദീന നഗരമൊക്കെ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പെട്ടതാണ് എന്നാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ചിത്ര കാര്യങ്ങളെല്ലാം ഇദ്ദേഹം അത് കാണിച്ചു കൊണ്ടു, പ്ലേ കാർഡ് ഉയർത്തി കാണിച്ചു കൊണ്ടിട്ടാണ് കാണിച്ചതിൻ്റെ ഭാഗങ്ങളൊക്കെ പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ഓരോരോ ഭാഗവും ഓരോരോ പ്രദേശം വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് തന്നെയാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. 4-5 രാജ്യങ്ങൾ, ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനാൻ, ഇറാഖ്, സൗദി, 2, 3, 4, 5, 6 രാജ്യങ്ങൾ. ഈ 6 രാജ്യങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ട് നിങ്ങളെന്തേ പ്രതികരിക്കാത്തത്? ഒരു രാജ്യം മറ്റൊരു രാജ്യം തങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന സമയത്ത് മൗനം പാലിക്കേണ്ടതാണോ? ഞങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാര്യമെന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ അതില്ല. ഇതിൽ നമ്മൾ പറയുന്നതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഫലസ്തീനും ഇതിൽ പെടുന്നതാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഗസയും വെസ്റ്റ് ബാങ്ക് അപ്പാടെയും. അപ്പോൾ ഗസ പൂർണ്ണമായിട്ട് കീഴടക്കുന്നു. അതിൻ്റെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ് പറയുന്നത്, ഗസ പൂർണ്ണമായിട്ട് കീഴടക്കുന്നു. ഇപ്പോൾ ഗസ കീഴടക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ അവിടെ ഹമാസാണ് ഭരിക്കുന്നത്. പക്ഷേ അവരുടെ റൂട്ട് ഇങ്ങനെയാണ്, ഗസ പൂർണ്ണമായിട്ട് കീഴടക്കുന്നു, പിന്നീട് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ട് കീഴടക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 30-40% മാത്രമാണ് അവിടുത്തെ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണമുള്ളത്. ബാക്കിയെല്ലാം ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് കീഴടക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഗസയെ പോലെ ചെറുത്ത് നിൽപ്പ് വെസ്റ്റ് ബാങ്കിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. അവിടെ സമാധാനകാംക്ഷികൾ എന്ന രീതിയിലാണ് യാസർ അറഫാത്ത്, അതിനുശേഷം വന്ന മഹ്മൂദ് അബ്ബാസ്, ഇവരെല്ലാവരും ആ റൂട്ടിലൂടെയാണ് പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് വലിയ അംഗീകാരമുണ്ട്, എന്നാൽ രാജ്യത്തിൻ്റെ അകത്ത് അവർക്ക് അംഗീകാരമില്ല. അംഗീകാരമില്ല എന്ന് പറഞ്ഞാൽ യാസർ അറഫാത്തിൻ്റെ അല്ല അയാൾക്ക് ശേഷമുള്ളത്. അംഗീകാരമില്ല എന്ന് വെച്ചാൽ ചെറുത്ത് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വത്ത്, സമ്പത്ത്, ജീവിതം, ജീവൻ എല്ലാം പ്രയാസമാണ്. പിന്നെ അവിടെ ജീവിതോപാധികൾ അതെല്ലാം തകർക്കപ്പെടും. കാരണം സർക്കാർ ഇല്ലെങ്കിൽ, ഒരു ഗവൺമെൻറ് സംവിധാനം ഒരു രാജ്യത്തില്ലെങ്കിൽ പിന്നീട് അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ അകത്ത് ജനങ്ങൾക്ക് വലിയ എതിർപ്പ് അവിടുത്തെ ഭരണകൂടത്തോടുണ്ട്. എല്ലാ കാലത്തും യൂറോപ്യന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. രാജ്യം പുരോഗതി പ്രാപിക്കണ്ടേ? അതില്ല. രാജ്യം സുരക്ഷിതമാവണ്ടേ? അതില്ല. അവിടെ ഒരു എയർപോർട്ട് പോലും ഇല്ല. ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു, അത് ഇസ്രായേൽ തകർക്കുകയും ചെയ്തു. അതോടുകൂടി കഴിഞ്ഞു. അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കാർക്കും സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈനികന് ആയുധമേന്താൻ അധികാരമില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ പോലെയാണ് അവിടുത്തെ ക്യാബിനറ്റ് റാങ്കിലുള്ള സൈനികർ പോലും. കാരണം വെച്ചാൽ ആയുധം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ആയുധം ഉപയോഗിക്കണമെങ്കിൽ ഇവരുടെ സമ്മതമാണ് ഇസ്രായേലിൻ്റെ, അല്ലെങ്കിൽ ഇസ്രായേൽ ആയുധം കൊടുക്കണം. അത് രണ്ടും നടക്കില്ലല്ലോ. ഈ തരത്തിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ, അതായത് ഫലസ്തീൻ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ജോർദാനാണ്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുത്തുനിൽപ്പോ എതിർപ്പോ അമേരിക്കയെ ഇടപെട്ടുകൊണ്ട് ഇസ്രായേൽ യുദ്ധം നടത്താൻ അവർക്കുണ്ടാവില്ല. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ രീതിയൊക്കെ നോക്കാൻ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അവിടെ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സൈനിക ബേസ് ഉണ്ട്. 3 എണ്ണം ഉണ്ട് എന്ന് പറയുന്നത് 2 എണ്ണം വിശാലമാക്കപ്പെട്ടതാണ്. അതിലൊരു സൈനിക ബേസിന് നേരെ ഈ യുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തി 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 10ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഇറാനും ഇസ്രായേൽ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടത് 300 മിസൈൽ ആദ്യഘട്ടത്തിൽ. അതിൽ 100ഓളം മിസൈൽ പ്രതിരോധിക്കപ്പെട്ടത് ജോർദാൻ്റെ അതിർത്തിയിൽ നിന്നാണ്. ജോർദാൻ്റെ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രത്യേകമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് അതിനെ പ്രതിരോധിച്ചത്. അപ്പോൾ ജോർദാൻ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ വലിയ എതിർപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ജോർദാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത രാജ്യം സൗദി അറേബ്യയാണ്.
സൗദി അറേബ്യയിലെ റൂട്ട് അവൾ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികർ താമസിക്കുകയും ജീവിക്കുകയും ചെയ്ത ഇടമാണ് സൗദി അറേബ്യ. അത് ഞങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. എന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പ്രത്യേകം നിയോഗിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു രീതി പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് ഇറാൻ ചോദിച്ചത്. എല്ലാവരും മൗനം പാലിക്കുക എന്തുകൊണ്ടാണ്? ശത്രുവിനെ നേരിട്ടിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ അടുക്കളയിൽ കയറിയിരിക്കും, നമ്മളെ കൊത്തിപ്പറിക്കും. അമേരിക്ക ആണ് നിങ്ങൾ സംരക്ഷണത്തിൻ്റെ ആളുകളായിട്ട് കാണുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർ ഖത്തറിനെ സംരക്ഷിച്ചില്ല ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത്? അപ്പോൾ അവർക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം, ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടക്കനുസരിച്ച് അജണ്ടക്കപ്പുറം അവരൊന്നും ചെയ്യില്ല. അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഭാവി തലമുറ പോലും പ്രയാസപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുമെന്ന് ഇറാൻ്റെ മുൻ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി 3 തവണ ജിദ്ദയിൽ കൂടിയ ഉച്ചകോടിയോടനുബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അറേബ്യൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാൻ ചാമ്പിയിട്ടുണ്ട്, ഇറാൻ അത് വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഒക്ടോബർ ഈ മാർച്ച് മാസം 9-ാം തീയതി ആക്രമണം നടത്തി അന്നത്തെ രാത്രിയും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം പകലും അവരുടെ ഈ സൈനിക കമാൻഡർ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ച് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം ആക്രമിക്കുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകം അത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുന്നതിനേക്കാണ് ഗൗരവമുള്ളതാണ്. വൻ സുരക്ഷയാണ്. അതോടൊപ്പം തന്നെ അവരുടെ രഹസ്യ വിഭാഗ പോലീസ് എല്ലാ സമയത്തും പ്രവർത്തിച്ചിട്ടും നിരീക്ഷിക്കപ്പെടും. മൊസാദ് പറന്ന് നടക്കും, ഇരുന്ന് നടക്കും, കിടന്ന് നടക്കും. ആ രീതിയിലുള്ളൊരു സംവിധാനത്തിൻ്റെ മധ്യേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ വകവരുത്തുക എന്ന് പറയുന്ന വലിയ പ്രതിരോധ സംവിധാനങ്ങൾ അന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പല്ലേ തകർന്നു പോയത്. ആൻഡോംബ് പോലെയുള്ള വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്. ഈ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, ടാഡ് അടക്കമുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രിക്ക് നേരെ ആക്രമണം നടത്തുക എന്നാണ് അവിശ്വസനീയമാണ്. ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എവിടെ? ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല. ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ നിരന്തരം ഇറക്കിയത് കൊണ്ട് പ്രയോജനമില്ല. അതിൻ്റെ അർത്ഥം ഇതാ, ഇറാൻ എന്നെ കൊന്നു, ദൈവം എന്നെ പറ്റിച്ചു. അത് ഗെയ്സ് ആളുകൾ അദ്ദേഹം പറയുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഈ പുതിയ വേർഷനുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിലാണ്. ഇനിയിപ്പോൾ പുതിയൊരു നോമിനി വേണ്ടി വരും ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കാൻ. അത് എപ്പോഴാണാവോ ദൈവം പുറത്തിറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്ന് ചുരുക്കം.